ഗാസ അമേരിക്ക ഏറ്റെടുക്കാൻ പോകുകയാണ്. വർഷങ്ങളായി ഗാസയുടെ ഭരണം ഉള്ളം കൈയിൽ കൊണ്ടു നടന്നിരുന്ന ഹമാസും ഒടുവിൽ കീഴടങ്ങിയിരിക്കുന്നു. ഗാസയെ ഫലസ്തീൻ അതോറിറ്റിക്ക് കൈമാറാൻ പോകുകയാണ് ഹമാസ്. ഒടുവിൽ അമേരിക്കയുടെ സ്വപ്നം നടക്കുമ്പോൾ ഇസ്രയേൽ പൊട്ടിച്ചിരിക്കുന്നു. ഇനി ഇസ്രയേലിന് സമാധാനം ലഭിക്കുമോ? ഗാസയുടെ മാറ്റം എങ്ങനെയാണ് ഇസ്രയേലിനെ സ്വാധീനിക്കുക? നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി പരിശോധിക്കാം. അമേരിക്ക ഗാസയെ വാങ്ങുകയാണെങ്കിൽ ഏറ്റവും അധികം ലാഭം നേടുന്നത് ഇവിടെ ഇസ്രയേൽ തന്നെയായിരിക്കും. അത്തരമൊരു അഭൂതപൂർവമായ സാഹചര്യം ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾ മാത്രമല്ല, പ്രാദേശിക സുരക്ഷ, ഇസ്രയേൽ ഫലസ്തീൻ ബന്ധങ്ങൾ, വിശാലമായ മിഡിൽ ഈസ്റ്റ് ചലനാത്മകത എന്നിവയിലും കാര്യമായ സ്വാധീനം ചെലുത്തും. അത് തന്നെയാണ് ഫലസ്തീൻ അതോറിറ്റിയാണോ അല്ലെങ്കിൽ അമേരിക്കയാണോ ഉചിതം എന്ന് ചിന്തിക്കാൻ ഇസ്രയേൽ പ്രസിഡന്റ് നെതന്യാഹു പറയാനുള്ള കാരണവും. എങ്ങനെയാണ് ഗാസ ഇസ്രയേലിന് ഇത്രത്തോളം നിർണായകമാകുന്നത്? അമേരിക്ക ഗാസ ഏറ്റെടുക്കുന്നത് വഴി എന്ത് ലാഭമാണ് ഇസ്രയേലിന് ഉണ്ടാകുന്നത് എന്നും നമുക്ക് പരിശോധിക്കേണ്ടതായുണ്ട്. ഇസ്രയേൽ ഗാസയെ ലക്ഷ്യമിടുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണം പ്രാദേശിക രാഷ്ട്രീയ സുരക്ഷാ ഘടകങ്ങളുടെ സങ്കീർണമായ ഒരു ചരിത്രം തന്നെയാണ്. മെഡിറ്ററേനിയൻ കടലിനടുത്തുള്ള ചെറുതും എന്നാൽ ജനസാന്ദ്രതയുള്ളതുമായ ഗാസ മുനമ്പ് പതിറ്റാണ്ടുകളായി ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ഗാസയ്ക്കെതിരായ ഇസ്രയേലിന്റെ നടപടികളുടെ മൂല കാരണങ്ങളിൽ സുരക്ഷ, രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ, പ്രാദേശിക തർക്കങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തിനും ഇസ്രയേൽ രൂപീകരണത്തിനും ശേഷം 1967 വരെ ഗാസ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിനൊപ്പം അത് പിടിച്ചെടുത്തു. 2005 ഇസ്രയേൽ ഗാസയിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും കുടിയേറ്റ കേന്ദ്രങ്ങൾ പൊളിച്ചുമാറ്റി സൈന്യത്തെ പിൻവലിച്ചപ്പോൾ പ്രദേശത്തിന്റെ ഭരണം ഫലസ്തീൻ അതോറിറ്റിയുടെ കൈകളിലായിരുന്നു. എന്നിരുന്നാലും ഒരു തീവ്രവാദ ഇസ്ലാമിക ഗ്രൂപ്പായ ഹമാസ് 2007 ഗാസയുടെ നിയന്ത്രണം നേടിയെടുത്തതിനു ശേഷം ഇസ്രയേലും ഗാസയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായി തുടങ്ങി. ഇസ്രയേലിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഇല്ലാതാക്കുക, ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അക്രമം ഉപയോഗിക്കുക എന്നീ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കാരണം ഇസ്രയേൽ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നിവ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയായി കണക്കാക്കുന്നു. ഗാസയിൽ ഇസ്രയേലിന്റെ സൈനിക നടപടികൾക്ക് ഒരു പ്രധാന കാരണം സുരക്ഷ തന്നെയാണ്. വർഷങ്ങളായി ഹമാസും ഗാസയിലെ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും ആയിരക്കണക്കിന് റോക്കറ്റുകൾ ഇസ്രയേലിന്റെ പ്രദേശത്തേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. ഇസ്രയേലി ജനതയ്ക്ക്, പ്രത്യേകിച്ച് ഗാസ അതിർത്തിക്ക് അടുത്തുള്ള പട്ടണങ്ങളിൽ കഴിയുന്നവർക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്നതായിരുന്നു ഈ ആക്രമണങ്ങൾ. സുരക്ഷ മുൻനിർത്തി ഗാസയിൽ ഇസ്രയേലും ആക്രമണങ്ങൾ അഴിച്ചുവിടും. വർഷങ്ങളായി ജൂതന്റെയും അറബിയുടെയും വൈരാഗ്യത്തിന്റെ വേദിയാണ് ഗാസ. ആ ഗാസയാണ് വെടിനിർത്തൽ കരാറിനു ശേഷം ഏറ്റെടുക്കുകയാണെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തേക്ക് വരുന്നത്. US ഇസ്രയേൽ ബന്ധവും ഗാസയിൽ അതിന്റെ സ്വാധീനത്തെയും കുറിച്ച് പറയാം. അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് US ഇസ്രയേൽ സഖ്യം. ഓരോ വർഷവും US ഇസ്രയേലിന് ബില്യൺ കണക്കിന് ഡോളർ സൈനിക സഹായവും ഐക്യരാഷ്ട്രസഭ പോലെയുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ രാഷ്ട്രീയ പിന്തുണയും നൽകി പോരുന്നുണ്ട്. ഈ സഖ്യം ഇസ്രയേലിന്റെ സുരക്ഷയുടെയും നയതന്ത്രത്തിന്റെയും ആണിക്കല്ലാണ്. പ്രത്യേകിച്ചും ഇസ്രയേൽ അയൽ രാജ്യങ്ങളിൽ നിന്നും ഗാസയിലെ ഹമാസിനെ പോലുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിൽ നിന്നുമൊക്കെ ഭീഷണി നേരിടുന്ന ഘട്ടത്തിലൊക്കെ തന്നെ സഹായമായി എത്തുന്നത് ഇവിടെ അമേരിക്കയാണ്. എന്നിരുന്നാലും US ഗാസയെ കീഴടക്കുകയാണെങ്കിൽ അത് ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കും. US ചരിത്രപരമായി തന്നെ ഇസ്രയേലിന്റെ സുരക്ഷാ താൽപര്യങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യമാണ്. എന്നാൽ ഗാസയുടെ മേലുള്ള നേരിട്ടുള്ള നിയന്ത്രണം ഇസ്രയേലിന് നേട്ടങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഗാസയെ സംബന്ധിച്ചുള്ള ഇസ്രയേലിന്റെ പ്രാഥമിക ആശങ്ക ഈ മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ ഭീഷണി തന്നെയാണ്. ഹമാസ് ഇസ്രയേലിലേക്ക് ഇടയ്ക്കിടെ റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങൾ ഗാസയിൽ ഒന്നിലധികം സൈനിക നടപടികളിൽ ഏർപ്പെടാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. US ഇസ്രയേലിന്റെ അടുത്ത സഖ്യകക്ഷി ആയതിനാലും തീവ്രവാദത്തെക്കുറിച്ചും തീവ്രവാദ ഗ്രൂപ്പുകളെക്കുറിച്ചും ആശങ്കകൾ പങ്കുവെക്കുന്നതിനാലും ഈ ഭീഷണികൾ കുറയ്ക്കുന്നതിനുള്ള ഒരു മാർഗമായി ഗാസയുടെ നിയന്ത്രണം US ഏറ്റെടുക്കുന്നത് കൊണ്ട് സംഭവിക്കും. അമേരിക്ക ഗാസ ഏറ്റെടുക്കുന്നത് വഴി ഇസ്രയേലിന് സാധ്യമായ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ഗാസയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന സ്ഥിരതയാണ്. ഗാസയുടെ നിയന്ത്രണം US ഏറ്റെടുക്കുകയാണെങ്കിൽ ഹമാസിനെ നിരായുധനാക്കാനും തീവ്രവാദ ഗ്രൂപ്പുകളെ നിർവീര്യമാക്കാനും മേഖലയിൽ കൂടുതൽ സുസ്ഥിരമായ അന്തരീക്ഷം സ്ഥാപിക്കാനുമുള്ള ശക്തമായ
ശക്തമായ നടപടികൾ US എടുക്കും. USന് വിപുലമായ സൈനിക രഹസ്യാന്വേഷണ ശേഷികളുണ്ട്. അത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കെതിരായ ഭീഷണികളെ നേരിടാൻ കൂടുതൽ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താനും കഴിയും. രണ്ടാമത്തെ കാര്യം ശത്രുത കുറയും എന്നതാണ്. ഗാസയിൽ നിന്ന് പുറപ്പെടുന്ന റോക്കറ്റ് ആക്രമണങ്ങളും മറ്റ് ശത്രുതകളും തടയാൻ US അതിന്റെ സൈനിക ശക്തി ഉപയോഗിക്കുമല്ലോ. ഗാസയിലെ US സാന്നിധ്യം ഹമാസിനെ തളർത്തും. പഴയ രീതിയിൽ തിരിച്ചു വരാനോ സൈനിക വിന്യാസം നടത്തി അമേരിക്കയെ ഭയപ്പെടുത്താനോ ഹമാസ് മുതിരില്ല. പ്രത്യേകിച്ചും US സമാധാന പരിപാലന നടപടികളോ ചർച്ചകളോ സംഘത്തെ നിരായുധമാക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിൽ. അമേരിക്കയുടെ ഗാസ മോഹത്തിന് മുഴുവൻ പിന്തുണ നൽകുന്ന ഇസ്രയേൽ മറഞ്ഞുകിടക്കുന്ന അപകടങ്ങളെ കാര്യമായി കാണാറില്ല എന്ന് തോന്നുന്നു. ഇസ്രയേൽ പോലും ചിന്തിക്കാത്ത ചില പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉടലെടുക്കാറുണ്ട്. ഇസ്രയേൽ ഉദ്ദേശിക്കാത്ത അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഗാസയെ സ്ഥിരപ്പെടുത്താൻ US ഉദ്ദേശിക്കുമെങ്കിലും അതിന്റെ നേരിട്ടുള്ള നിയന്ത്രണം ഫലസ്തീനിൽ നിന്ന് കൂടുതൽ ചെറുത്തുനിൽപ്പിന് കാരണമാകും. അവർ US സാന്നിധ്യത്തെ ഒരുതരം അധിനിവേശമായിട്ടോ സാമ്രാജ്യത്വമായിട്ടോ ഒക്കെ കണക്കാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് USനും ഇസ്രയേലിനും എതിരായ സമൂലവൽക്കരണവും ചെറുത്തുനിൽപ്പും വർദ്ധിപ്പിക്കും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കാര്യങ്ങളെ നയിച്ചേക്കാം. പിന്നെ പ്രാദേശിക ശക്തികളുടെ വൈരുദ്ധ്യമാണ് ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു കാര്യം. ഗാസയിലെ US സാന്നിധ്യം ഫലസ്തീൻ ലക്ഷ്യത്തെ ചരിത്രപരമായി പിന്തുണച്ചവരുൾപ്പെടെ മറ്റ് അറബ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധം അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ചില അറബ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേലിന് പ്രാദേശിക എതിർപ്പ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾ ഗാസയുടെ മേലുള്ള USന്റെ നിയന്ത്രണം ഒരു പ്രകോപനപരമായി കാണുകയും മേഖലയിൽ തങ്ങളുടെ സ്വന്തം ഇടപെടൽ വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം. ഇവിടെയുള്ള മനുഷ്യ ജീവിതത്തെ എങ്ങനെയാണ് ഇത് ബാധിക്കുക എന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇന്ന് ഗാസ. അവിടുത്തെ ജനസംഖ്യ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും നേരിടുന്നവരാണ്. മാത്രവുമല്ല, ഉയർന്ന തൊഴിലില്ലായ്മയും ആഭ്യന്തര സംഘർഷങ്ങളും അവരെ പട്ടിണിയിലേക്ക് നയിക്കുന്നുണ്ട്. ഗാസയിലെ മാനുഷിക സാഹചര്യം ഇസ്രയേലിന്റെ ഉപരോധം കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഹമാസിന്റെ ആയുധ പ്രവേശനം പരിമിതപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. മാത്രവുമല്ല, ഇത് സാധാരണ ജനങ്ങളെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. US നിയന്ത്രണത്തോടെ ഗാസയിലെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്താൻ ഒരു കൂട്ടായ ശ്രമം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ? ഗാസ അമേരിക്ക ഏറ്റെടുക്കുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ USന് നിക്ഷേപിക്കാൻ അവസരമുണ്ട്. ഇത് തീവ്രവാദത്തിനും ആക്രമണത്തിനും ആക്കം കൂട്ടുന്ന ചില സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഹമാസ് പോലെയുള്ള ഗ്രൂപ്പുകളുടെ സ്വാധീനം കുറയ്ക്കും. US ഗാസ ഏറ്റെടുക്കുകയാണെങ്കിൽ ഗാസയുടെയും ഇസ്രയേലിന്റെയും സുരക്ഷയ്ക്ക് USന് ഗ്യാരണ്ടി നൽകാൻ കഴിയുമെന്ന് കരുതി മേഖലയിലെ ഉപരോധം കുറയ്ക്കുന്നതിന് ഇസ്രയേലിന് ചർച്ച നടത്താൻ കഴിഞ്ഞേക്കും. ഇത് ഇസ്രയേലും ഗാസയിലെ ജനതയും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ഇടയാക്കിയേക്കാം. US സഹായത്താലും നയത്തിലും വർദ്ധിച്ച ആശ്രിതത്വമാണ് മറ്റൊരു പ്രശ്നമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. US നിയന്ത്രണത്തിലേക്കുള്ള മാറ്റം ഗാസയുടെ അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിക്കുന്നത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് മേഖലയിലെ ഇസ്രയേലിന്റെ സ്വാധീനം കുറയ്ക്കും. കൂടാതെ US അവതരിപ്പിക്കുന്ന ഏതൊരു മാനുഷിക പരിഷ്കാരങ്ങളും ഈ മേഖലയിലെ ഇസ്രയേലിന്റെ സുരക്ഷാ മുൻഗണനകളെ ദുർബലപ്പെടുത്തുന്ന ഒരു അന്താരാഷ്ട്ര ഇടപെടലായി കാണാവുന്നതുമാണ്. പ്രാദേശിക പിരിമുറുക്കങ്ങളുടെ വർധനവാണ് ഈ മേഖലയിൽ പിന്നെ ഇസ്രയേലിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന മറ്റൊരു വിഷയം. പല അറബ് രാജ്യങ്ങളും പ്രത്യേകിച്ച് ഗാസയോടുള്ള ഇസ്രയേലിന്റെ നയങ്ങളെയും വിശാല ഫലസ്തീൻ പ്രശ്നത്തെയും വിമർശിക്കുന്നവർ US നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് ഫലസ്തീൻ പരമാധികാരത്തിന്റെ ലംഘനമായിട്ട് കണ്ടേക്കാം. സമീപ വർഷങ്ങളിൽ ഇസ്രയേൽ ഉണ്ടാക്കിയ പോസിറ്റീവ് നയതന്ത്ര സംഭവ വികാസങ്ങളെ തുരങ്കം വെച്ചുകൊണ്ട് അറബ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങളും ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്ന സമീപനങ്ങളും ഉണ്ടായേക്കാം. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ഇവിടെ ഉയരുന്ന മറ്റൊരു കാര്യം. ഗാസയുടെ നിയന്ത്രണം US ഏറ്റെടുക്കുന്നത് തീവ്രമായ ആഗോള പ്രതികരണങ്ങൾക്ക് കാരണമാകുമെന്നതിൽ സംശയമില്ലല്ലോ. ഇതിനോടകം തന്നെ അത്തരം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുമുണ്ട്. US ചരിത്രപരമായി ഇസ്രയേലിന്റെ ശക്തമായ സഖ്യകക്ഷിയാണ്. എന്നാൽ US ഫലസ്തീൻ ഭൂമി കൈവശപ്പെടുത്തുന്നു എന്ന ആശയം വളരെ വിവാദപരമാണ്. ഇത് നയതന്ത്രപരമായ വീഴ്ചയിലേക്കും നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇസ്രയേലിന്റെ സാധ്യമായ നേട്ടങ്ങൾ ഇവിടെ എന്തൊക്കെയാണെന്ന് ഞാൻ എണ്ണി പറയാം. ഒന്നാമത്തെ കാര്യം US നിന്നുള്ള വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര പിന്തുണയാണ്. US ഗാസയെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഇസ്രയേലിന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയിൽ നിന്നുള്ള കൂടുതൽ നേരിട്ടുള്ള പിന്തുണ ഉണ്ടായേക്കാം. അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കെതിരെ US പിന്നോട്ട് പോകുകയും ആഗോളവേദിയിൽ ഇസ്രയേലിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്തേക്കാം. അടുത്ത കാര്യം നയതന്ത്രപരമായ ഒറ്റപ്പെടലും അവർ അനുഭവിക്കേണ്ടി വരും എന്നതാണ്. മറുവശത്ത് ഈ നീക്കം കാര്യമായ അന്താരാഷ്ട്ര വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ പ്രത്യേകിച്ച് യൂറോപ്പിലും അറബ് രാജ്യങ്ങൾക്കിടയിലും ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരം നയതന്ത്ര ഒറ്റപ്പെടൽ ഇസ്രയേലിന്റെ വിശാലമായ പ്രാദേശികവും ആഗോളവുമായ ബന്ധങ്ങളെ ദോഷകരമായി ബാധിക്കുകയും അതിന്റെ സുരക്ഷയെ ബാധിക്കുകയും ചെയ്തേക്കാം. US ചരിത്രപരമായി ഇസ്രയേലിന്റെ ഏറ്റവും ഉറച്ച സഖ്യകക്ഷിയാണെങ്കിൽ പോലും ഗാസയെ അമേരിക്ക നിയന്ത്രിക്കുക എന്ന ആശയം വളരെ സങ്കീർണവും അപകട സാധ്യതകളും ഉള്ളതാണ്.
റോക്കറ്റും തീയും അവിടെ കുറയും. അതേപോലെ തന്നെ മാനുഷികമായിട്ട് കുറച്ച് മെച്ചം ഉണ്ടാകും. അതേപോലെ തന്നെ സുരക്ഷാ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും കാര്യമായ വെല്ലുവിളികളും അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഫലസ്തീനിയൻ പോരാളികളിൽ നിന്നുള്ള പ്രതിരോധം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇസ്രയേലിന് നയതന്ത്രപരമായ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. ഇസ്രയേൽ ഫലസ്തീൻ സമാധാന പ്രക്രിയയിലെ സങ്കീർണതകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ അത്തരമൊരു പ്രവർത്തനം ആത്യന്തികമായി ഇസ്രയേലിന് നല്ലതായിരിക്കുമോ എന്നത് അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെയും അത് സംഭവിക്കുന്ന വിശാലമായ ഭൗമരാഷ്ട്രീയ സന്ദർഭത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇത് നേരായ ഒരു പരിഹാരമല്ല. ഇസ്രയേലിനും വിശാലമായ മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്കും ഉടനടിയുള്ളതും ദീർഘകാലവുമായ പ്രത്യാഘാതങ്ങൾ ശ്രദ്ധാപൂർവം പരിഗണിച്ച് മാത്രമേ ഈ ഒരു വിഷയത്തിൽ അമേരിക്ക അടക്കം ഇടപെടാൻ പാടുള്ളൂ എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നത് ഇപ്പോൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.